IPC പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ബഹുമാന്യ കർത്തൃദാസന്മാരെ, ദൈവജനങ്ങളെ, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കേരള പ്രസ്ബിറ്ററിയുടെ കീഴിലുള്ള തിരുവനന്തപുരം IPC താബോർ സഭയിൽ അവിടെ ചില വർഷങ്ങൾ ശുശ്രൂഷിച്ച പാസ്റ്റർ VP ഫിലിപ്പ് അദ്ദേഹം പുതിയ ലാവണം തേടി പോയപ്പോൾ കേരള സ്റ്റേറ്റ് പ്രസ്ബിറ്ററി തന്നെ അവിടെ ഒരു കർത്തൃദാസനെ നിയമിക്കുകയും അദ്ദേഹം ചാർജ് എടുത്ത് കഴിഞ്ഞ ആഴ്ചയിൽ ആരാധന തുടങ്ങുകയും ചെയ്തു. പാസ്റ്റർ നെബു മാക്സൺ. അതിനിടയിലാണ് പാസ്റ്റർ നെബു അവർ ചാർജ് എടുത്തപ്പോൾ അന്ന് പാസ്റ്റർ VP ഫിലിപ്പ് പാഴ്സനേജ് ഒഴിഞ്ഞു കൊടുത്തിരുന്നില്ല. പകരം ഡോക്ടർ വത്സന എബ്രാഹിമും അതുപോലെ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുമായി ആലോചിച്ച് കഴിഞ്ഞ ദിവസം രാത്രിയിൽ അദ്ദേഹം അവിടുന്ന് പാഴ്സനേജിൽ നിന്ന് മാറുകയും പകരം സിനോജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും അദ്ദേഹത്തോടൊപ്പം ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് 20-ലധികം അംഗരക്ഷകർ, ഗുണ്ടകൾ പാഴ്സനേജിനകത്ത് കടന്ന് കുറ്റിയിട്ട് അകത്തിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ സഭയ്ക്ക് നിയമിക്കുന്ന കാര്യത്തിലും വന്ന ശുശ്രൂഷകനെ നിലനിർത്തുന്ന കാര്യത്തിലും, അതായത് ചാർജ് എടുത്ത കർത്തൃദാസനെ അവിടെ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നതിനുമെല്ലാം ആവശ്യമായ ഉത്തരവുകൾ അവർ ലീഗൽ സൈഡിൽ നിന്ന് നേടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ അനധികൃതമായി താബോർ സഭയുടെ അവിടുത്തെ ഉള്ള ദൈവജനങ്ങൾ കഷ്ടപ്പെട്ട് പണിതുയർത്തിയ സഭയും സഭയുടെ പാഴ്സനേജിൽ അനധികൃതമായി കടന്നുകൂടിയ ഇദ്ദേഹവും അദ്ദേഹത്തോടൊപ്പമുള്ള ഗുണ്ടകളും പാഴ്സനേജ് കൈയടക്കി അതിനകത്ത് കുറ്റിയിട്ടകത്തിരിക്കുകയാണ്. ദയവായി തിരുവനന്തപുരത്തുള്ള ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ജനങ്ങൾ പോലീസിനെ കൂട്ടി ആ പാഴ്സനേജിൽ, കാരണം ഇവർ അതിനകത്ത് കിടന്ന് എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ വേറെ ആർക്കും ഈ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല. ചിലപ്പോൾ അതിനകത്ത് വേലിത്തമ്പി ദളവയെ പോലുള്ളതായ ഏതെങ്കിലും കർത്തവ്യങ്ങൾ അയാൾ കാണിച്ചുകൂടായികയില്ല. അതുകൊണ്ട് തിരുവനന്തപുരത്തുള്ള ദൈവജനങ്ങൾ, ദൈവദാസന്മാർ ആ ദൈവസഭയിലേക്ക് പോകുകയും പോലീസിൻ്റെ സംരക്ഷണയോടുകൂടി ആ പാഴ്സനേജ് വീണ്ടും കിട്ടാനുള്ള നടപടിയിൽ അവരെ സഹായിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു.